ജീവിതം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായനെ. സാരമില്ല, ഇതിങ്ങനെ തന്നെ അവസാനിക്കണമെന്നായിരിക്കും വിധി. അത് ഞാൻ ഒരാളെ വിചാരിച്ച ഒഴിവാക്കാനാവില്ലല്ലോ ഉഷേ. ലീഗലായി മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്റെ മനസ്സിപ്പോ ശൂന്യമാണ്. നിയമമോ കോടതിയോ ഒന്നും അവിടെയില്ല. ആ പടി ഇറങ്ങിയ നിമിഷം പ്രസാദേട്ടന്റെ മനസ്സിൽ നിന്നും ഞാൻ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താ? അങ്ങനെ നിരാശപ്പെടരുത് സുമിത്ര. ചിലപ്പോ ഇതെല്ലാം മാറി വരാം. മനുഷ്യന്റെ മനസ്സ് എന്നും ഒരുപോലെ ആയിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ശുഭപ്രതീക്ഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? എന്തായാലും നടന്നത് നടന്നു. ഇനി അതുമാത്രം ചിന്തിച്ച് തളരാൻ പാടില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. എല്ലാം കാലത്തിന് വിട്ടുകൊടുക്ക്. മനസ്സിനെ മുരടിക്കാൻ അനുവദിക്കരുത്. പേഴ്സണൽ പ്രോബ്ലംസ് കാരണം താൻ എങ്ങോട്ടും എറിഞ്ഞു കളഞ്ഞ സിദ്ധി ഉണ്ടല്ലോ, എഴുതാനുള്ള സിദ്ധി, അത് പൊടിതട്ടി എടുത്തൂടെ? വീണ്ടും എഴുത്ത് ആരംഭിച്ചൂടെ? എനിക്കിനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ഉഷേ. അതൊരു വെറും തോന്നല. കാരണം എഴുതാൻ കഴിയാനല്ല, എഴുതാൻ അനുവാദമില്ല എന്നാണ് താൻ ആ തീരുമാനം എടുത്തത്. ഇപ്പോ ഒരർത്ഥത്തിൽ സുമിത്ര ഫ്രീ അല്ലേ? എന്നെ പോലൊരു സാധാരണ പെണ്ണിനാണെങ്കിൽ കഴിഞ്ഞ തോർത്തു ദുഃഖിച്ചും സ്വയം ശപിച്ചു ഇരിക്കാം. സുമിത്ര ഒരു വെറും പെണ്ണല്ല. ആദ്യം ആ സത്യം തിരിച്ചറിയണം. എഴുതണം സുമിത്ര. ഇടയ്ക്ക് വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ കഴിവ് കണ്ടെടുക്കണം. ഇതൊരു സഹപ്രവർത്തകയുടെ അഭിപ്രായമല്ല. BS സുമിത്രയുടെ കഥകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയുടെ റിക്വസ്റ്റ്. എന്താ? അമ്മയുടെ പെൻഷൻ മണി ഓർഡർ ഉണ്ട്. വേണ്ട. വേണ്ടേ? അമ്മയില്ലേ ഇവിടെ? ഇല്ല. എന്നാ നാളെ വരാം. നാളെ മറ്റന്നാളൊന്നും വരണ്ട. അമ്മ അവിടെ താമസം മാറി. എങ്ങോട്ട്? ഒരു രമേശിന്റെ വീട്ടിലേക്ക്. അവിടുത്തെ അഡ്രസ്സ് അറിയാമോ? ഇത് റീഡയറക്റ്റ് ചെയ്യാനാ. കൃത്യമായി അറിയില്ല, ഒരു ഊഹ അറിയാം. ഇങ്ങനെ വേന. ആരായി രമേശൻ? അമ്മയുടെ മൂത്ത മകനാ. എന്ന് വെച്ചാ സാറിന്റെ ചേട്ടനായിട്ട് വരത്തില്ലേ? അങ്ങനെ വരുത്തണ്ട. ചേട്ടൻ സ്കൂൾ മാഷാണല്ലേ? അപ്പൊ ഈ അഡ്രസ്സിൽ അയച്ചാൽ മതിയല്ലോ. താൻ എന്താന്ന് വെച്ചാ ചെയ്യേ. ചേട്ടാ, ഇങ്ങാർക്ക് ഇത് എന്ത് പറ്റി? ഒരുമാതിരി മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. നമ്മുടെ ഓരോ ഗതികേടേ. അമ്മേ, അമ്മ എന്താ ആലോചിക്കുന്നത്? ആലോചിക്കാനല്ലേ ഉള്ളു കുട്ടി. ഒരായുസ് മുഴുവൻ ആലോചിക്കാനും ഉത്കണ്ഠപ്പെടാനും ഉള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ബാലമാമ ഇരുന്നോ കുട്ടി, ജോലി മുടങ്ങണ്ട. ഇന്നെന്താ തയ്യൽക്കാരും ഇല്ലേ?
ഇത്തിരി മുമ്പേ പോയതേ ഉള്ളൂ. ആ, ഞാൻ ചായ എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട. ബാലേട്ടൻ ഇന്നൊന്ന് വന്നെങ്കിലും എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. എൻ്റെ മനസ്സ് കണ്ട് ഉടനെ വന്നല്ലോ. നിന്റെ മനസ്സ് എന്നെങ്കിലും ഞാൻ കാണാതിരുന്നിട്ടുണ്ടോ സുഭദ്രേ? നിനക്കെന്താ ആകപ്പാടെ ഒരു വിളർച്ച പോലെ? സുഖമില്ലേ? എനിക്ക് എപ്പോഴും സുഖമല്ലേ ഉള്ളൂ. അമ്മ താമസം ഇവിടെയാണെങ്കിലും മനസ്സ് പ്രസാദിന്റെ കൂടെയാ. അവനെപ്പറ്റി ഓരോന്ന് ആലോചിക്കുക, മനസ്സിൽ ആധി കൂട്ടുക. അവിടുന്ന് പോന്നു വെച്ച് അവനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? കുറച്ച് നാൾ മുമ്പ് വരെ അവൻ്റെ ഒപ്പം താമസിക്കുമ്പോൾ ഞാൻ ഇതുപോലെ നിന്നെപ്പറ്റി ആലോചിച്ചിരുന്നു, വിഷമിച്ചിരുന്നു. നിനക്കതറിയില്ലല്ലോ. ആലോചിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ. ബാലമ്മയുടെ ചോദ്യത്തിന് സമാധാനം പറഞ്ഞതാ. പക്ഷേ അമ്മയുടെ വിഷമവും ആധിയും അവൻ അറിയുന്നില്ല. അമ്മമാരുടെ വിഷമം അല്ലെങ്കിലും മക്കൾ അറിയാറില്ലല്ലോ. മക്കൾ അറിയണമെന്ന് കരുതിയല്ല അമ്മമാര് വിഷമിക്കുന്നത്. ജീവിതമാവുമ്പോൾ സുഖവും ദുഃഖവും മാറി മാറി വരും. ഒക്കെ ഒരു പരീക്ഷയായി കാണാൻ ശ്രമിച്ചാൽ മനസ്സിന്റെ ടെൻഷൻ ഇത്തിരി കുറയും. എന്താ തലവേദനിക്കുന്നു? തലവേദനിക്കുന്നു കുറച്ചു മുമ്പ് അമ്മ പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. എന്നാ പോയി ഇത്തിരി നേരം കിടക്ക്. ഈ ഒരു വിഷയം എടുത്തിട്ടാൽ ഉള്ള തലവേദന ഡബിളാകും. ആ പോയി കിടക്ക്. ബാലേട്ടൻ ഇപ്പൊ തന്നെ പോവോ? എന്തായാലും നിന്റെ സമ്മതം കൂടാതെ പോവില്ല. എന്താ പോരെ? ആ ചെല്ലേ. ആകെ ടെൻഷനില്ല അമ്മ. എങ്ങനെ ആകാതിരിക്കും? ഉത്തമനെന്ന് കരുതിയിരുന്ന മോൻ പോലീസ് സ്റ്റേഷൻ വരെ കയറിയിരിക്കുക. ഏതമ്മയ്ക്ക് അസഹിക്കാൻ കഴിയുക? അവന്റെ കാര്യത്തില് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ബാലമാമ? ബ്രേക്ക് ഇല്ലാതെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനും യമുനയുമായുള്ള അടുപ്പത്തിന്റെ കാര്യം ബാലമാമ ഇതുവരെ ശങ്കർജി സാറിനെ അറിയിച്ചില്ലേ? ഇല്ല രമേശ. എങ്ങനെയാടാ ഞാനത് ആ മുഖത്ത് നോക്കി പറയുക? അച്ഛനോട് സ്വന്തം മോളെ പറ്റി എനിക്കത് പറ്റുന്നില്ല രമേശ. ശരി, ബാലമാമയ്ക്ക് ശങ്കർജി സാറിന്റെ മുഖത്ത് നോക്കി ഈ കാര്യം പറയാൻ വയ്യെങ്കിൽ വേണ്ട. ഞാൻ പറയട്ടെ, ഒന്നും മറച്ചു വയ്ക്കാതെ സർവകാര്യങ്ങളും സർവ ഡെവലപ്മെന്റ്സും തുറന്നു പറയട്ടെ. ഇനിയെങ്കിലും സത്യങ്ങൾ സാർ അറിയാതിരിക്കുന്നത് തീരെ ശരിയല്ല ബാലമാമ. ഞാൻ അറിയിക്കട്ടെ? ശരി. പക്ഷേ ഒരു മകളുടെ ജീവിതം മറ്റൊരു മകളാണ് തകർത്തിരിക്കുന്നത് അറിയുമ്പോൾ എന്തായിരിക്കും ആ അച്ഛൻ്റെ റിയാക്ഷൻ? എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. പക്ഷേ ആ അച്ഛൻ അത് അറിയണം ബാലമാമ, എത്രയും വേഗം. സുമിത്ര, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല. ഇരിക്കും. താങ്ക് യു. അതായത് ലോൺ എടുത്ത് തുടങ്ങിയ ബിസിനസ് പ്രോഫിറ്റബിൾ ആയി എന്നർത്ഥം. വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. ചെറിയ പ്രോഫിറ്റ് അല്ലേ പിന്നീട് വലുതാവുന്നത് പ്രേം. ഞാൻ തോൽവി സമ്മതിച്ചു. എന്തായാലും എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് പ്രേം. ഞാൻ ഇടനില നിന്ന് ലോൺ എടുത്ത രണ്ടുപേരും, പാർവതി ചേച്ചിയും പ്രേമും, ലോൺ ശരിക്കും പ്രയോജനപ്പെടുത്തിയല്ലോ. സന്തോഷമുണ്ട്. പക്ഷേ ഈ ബാങ്കും ലോണും മാത്രമല്ലല്ലോ സുമിത്ര ജീവിതം. സുമിത്രയുടെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിക്കുന്ന സുമിത്ര, പുതുമഴ പോലെ മായക്കണ്ണാടി പോലെ നല്ല കഥകൾ എഴുതുന്ന സുമിത്ര, അംഗീകാരങ്ങൾ നേടുന്ന സുമിത്ര, അതൊക്കെയായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്.
പക്ഷേ സംഭവിച്ചത് സാരമില്ല പ്രേം. എത്രയോ സ്ത്രീകൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ പട്ടികയിൽ ഒരംഗം കൂടി. ഞാൻ അങ്ങനെ ഇപ്പൊ സമാധാനിക്കുന്നത്. എന്തായാലും എൻ്റെ അവസ്ഥയിൽ സഹതപിക്കാൻ നിങ്ങളെപ്പോലെ കുറച്ചു പേരുണ്ടല്ലോ, അതൊരാശ്വാസമാണ്. പിന്നെ എൻ്റെ അമ്മ സുമിത്രയെ നോവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയണം. അറിയാലോ അമ്മയുടെ സ്വഭാവം. അങ്ങനെ ആയിപ്പോയി. അതിന് ആന്റി എന്നെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാണ് സുമിത്ര. സുമിത്ര ഇങ്ങനെ റിയാക്ട് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആരോടും പകയില്ല, വിദ്വേഷമില്ല. പക്ഷേ ദൈവം എന്തിനാ ഇങ്ങനെയുള്ളവരെ മാത്രം തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ പ്രസാദ് സാർ ഇത്രയും ദയയില്ലാതെ സുമിത്രയോട് പെരുമാറുമായിരുന്നോ? തുടക്കം മുതൽ തന്നെ ആ മനുഷ്യൻ സംശയാലും ആയിരുന്നു. ഒരടിസ്ഥാനമില്ലാതെ എന്നെ സംശയിച്ചില്ലേ, സുമിത്രയെ സംശയിച്ചില്ലേ? ഇങ്ങനെയാണ് ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ സുമിത്രയെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുകയല്ല. പക്ഷേ മനഃപൂർവ്വം അല്ലെങ്കിലും സുമിത്രയുടെ ദുഃഖത്തിന് ഞാൻ കൂടി കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ പ്രേം എങ്ങനെയാ കാരണമാവുന്നത്? എൻ്റെ ഈ അവസ്ഥയിൽ പ്രേമിന് ഒരു റോളുമില്ല, ദിലീപിനുമില്ല. എല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ മേൽ വന്ന് വീഴേണ്ട വിധി. ഈ വിവാഹവും പ്രസാദേട്ടനും ഒക്കെ അതിനുള്ള നിമിത്തങ്ങളായെന്ന് മാത്രം. ആ, ഇനി എന്താ പ്രസാദേട്ടൻ്റെ പ്ലാൻ? ഇങ്ങനെ 2 വീടുകളിലായി ബാക്കിയുള്ള കാലം അത്രയും കഴിയാനാണോ, അതോ നിയമപരമായി വേർപിരിയാണോ? എനിക്കറിയില്ല പ്രേം, ഞാനത് അന്വേഷിച്ചതുമില്ല. ഒരൊഴുക്കിൽപ്പെട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ ഞാൻ. എവിടെയെങ്കിലും ഒരിടത്ത് തട്ടിത്തടഞ്ഞ് നിൽക്കുന്നത് വരെ അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത്ര വരെ ചെയ്തു വെച്ച ദൈവത്തിന് കഥയുടെ ബാക്കി ഭാഗവും എങ്ങനെ ചെയ്യണമെന്ന് അറിയായിരിക്കുമല്ലോ. അത് നടക്കട്ടെ പ്രേം. അതിനപ്പുറം കാണാൻ നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ. എന്താ വിശാല ഇത്? ഇതാ വരുന്നു ഫോൺ ചെയ്തിട്ട് മണിക്കൂർ ഒന്നായി. മണിക്കൂറൊന്നും ആയില്ല, ഏറിയാൽ ഒരു 90 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഈ 90 മിനിറ്റ് എന്ന് പറഞ്ഞാലേ 1.5 മണിക്കൂറാ. അറിയാമോ അത്? പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഉരുളണ്ട, സത്യം പറ. വഴിക്ക് എവിടെ കയറിയത്? ഇങ്ങടുത്ത് നിന്ന്. അയ്യേ, എന്താ ഇത്? ഛേ, അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഞാൻ വീശു. അല്ലെങ്കിൽ തന്നെ വീശാൻ എൻ്റെ കാശ് എവിടുന്ന? കണ്ടില്ലേ, നത്തിങ്. ഈ എച്ചിത്രം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കാശിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ എന്താ മടി? ചൂഷണം എനിക്ക് ഇഷ്ടമല്ല സാർ. ഇപ്പൊ തന്നെ ഞാൻ ഒരു കണ്ണിയെ തുടങ്ങിയൊരു സംശയമുണ്ട്. ഏത് പട്ടിക്കാ സംശയം? വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെ. അതിന്റെ അർത്ഥം തനിക്ക് എന്നോട് ആത്മാർത്ഥത ഇല്ലെന്നാ? അയ്യോ സാർ, അത് മാത്രം പറയരുത്. വേണമെങ്കിൽ എന്നെ 2 തെറി വിളിച്ചോ, തല്ലിക്കോ. പക്ഷേ സാറിനോട് എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം പറയരുത്. ഈ ലോകത്ത് സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഡിപ്രഷന്റെയും ഫ്രസ്ട്രേഷന്റെയും മുൻപിൽ നിന്നിരുന്നവനാ ഞാൻ. ആ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, ജീവിച്ച് കാണിക്കാനുള്ള വാശി ഉണ്ടാക്കി തന്നത് സാർ ഒറ്റൊരാളാ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. എന്റെ കഥ അതൊക്കെ തന്നെയാണോ? എനിക്കിപ്പോ താൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വേഷം അഴിച്ചു വെച്ച് സ്ഥലം വിട്ടു. പോയിക്കോട്ടെ, സർവ്വ ഫ്രോഡുകളും പോയി തൊലയട്ടെ. പക്ഷേ താൻ എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നും. ഉണ്ടാവില്ലേ? എന്താ സംശയം? ഞാനിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന തന്നെ വേറെ ആർക്ക് വേണ്ടിയാ? സാർ അതിന്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇത്തിരി ആത്താക്കിയല്ലേ? ഒരല്പം. ഇന്നലെ വാങ്ങിച്ചതിന്റെ ബാലൻസ് കഷ്ടിച്ചൊരു 1.5. എടാ, ഒരു ഫുള്ള് കഴിക്കാനുള്ള രോഷം ഉണ്ടോ? എന്ത് പറ്റി സാർ? എന്തിനാ?
ആരോടാ രോഷം? ഒരു റാസ്കൽ ഇവിടെ വന്നു. യമുനെ ഞാൻ മേലാ കാണാൻ പാടില്ലത്രേ. ഭീഷണി. ഏതവനവൻ? നമുക്ക് കൈകാര്യം ചെയ്യാം സർ. വാടക കൊണ്ടാണോ? വാടകയും കൊണ്ടേന്നല്ലടോ, അവനാ ആ ഇഡിയറ്റ്, യമുനയുടെ ബ്രദർ. ആഹാ, ബാബുവാ? ചിന്ന പയ്യൻ. അതിൻ്റെ പേരിലാണ് ഈ ടെൻഷൻ. കാളയാണ് സർ. അല്ല സർ, യമുനയുമായി സാറിനുള്ള അടുപ്പം ബാബു അറിഞ്ഞ സ്ഥിതിക്ക് ശങ്കർജിയും ഫാമിലിയും മുഴുവൻ സംഗതി അറിഞ്ഞു കാണൂലല്ലേ? ഓ, ഐ ഡോണ്ട് കെയർ. കടന്തൽ കൂടി നീ കല്ലെറിഞ്ഞിട്ടും പിന്നെന്താ ഇളകാത്തത്? എന്താ പറഞ്ഞ്? അല്ല, കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ ശങ്കർജി റിയാക്ട് ചെയ്യുമല്ലോ എന്ന്. അയാൾക്ക് അതിനുള്ള ചങ്കുറപ്പുണ്ടാവണ്ടേ? നിൽക്കില്ല അയാളെന്റെ മുന്നില്. അതല്ലേ പകരം മോനെ പറഞ്ഞു വിട്ടത്, ഭീഷണിപ്പെടുത്താൻ. നമ്മൾ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കരുത് സർ. യമുനെ ഇനി ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിരുന്നല്ലേ വാണിംഗ്. സാർ ഇപ്പൊ തന്നെ യമുനെ വിളിക്കണം. വിളിക്കൂ സാർ. പക്ഷെ അത് സാറിന് യമുനയുടെ ശബ്ദം കേൾക്കണമെന്നില്ലേ? യമുനെ കാണണമെന്നില്ലേ? അതോ ആ പയ്യൻസ് വന്ന് വരട്ടിയപ്പോ സാറിന്റെ ആവേശം അങ്ങ് ചോർന്നു പോയാ? താൻ നമ്പർ ഡയൽ ചെയ്യ്. ആഹാ. ഇങ്ങോട്ട് വരാൻ പറയണം. എങ്ങോട്ടോ? ആ, വന്നേ പറ്റൂന്ന് പറയേ. വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്ന കാച്ച്. ദാ. അല്ല, ആ. ഹലോ, യമുനെ, ഞാനാ പ്രസാദേട്ടൻ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? എനിക്ക് തന്നെ കാണണം ഉടനെ. അയ്യോ, എന്തായി പറയണേ? ഐ മസ്റ്റ് സീ യു, അർജന്റ്. അത് വേണ്ട, അപകടോ? എന്ത് അപകടം? ഒരു ചുക്കുമില്ല. താൻ വരണം. വേണ്ട പ്രസാദേട്ടാ, എനിക്ക് പേടിയാവുന്നു. അങ്ങോട്ട് യമുന എങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, ഇപ്പൊ തന്നെ. അയ്യോ, വേണ്ട. ഇല്ല, ഞാൻ അങ്ങോട്ട് വരിക. പ്രസാദേട്ടാ, ഇവിടെ അവിടുത്തെ കാര്യം എനിക്ക് കേൾക്കണ്ട. താൻ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? കിടിലോ. ഞാൻ വരാം. എവിടെയാ വരണ്ടേ? ഇവിടെ, എന്റെ വീട്ടിൽ. ആ, ഫോൺ വെച്ചിട്ട് വേഗം വാ. ശരി.